എന്തോന്ന് രുക്കു നുള്ളി നിൽക്കണേ ഭാര്യ ഞാൻ കഴിക്കൂല്ലേ? അയ്യോ വേണ്ട 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 ചേട്ടാ വേണ്ട. ഒരെണ്ണം കൂടെ കഴിയാൻ അങ്ങോട്ടും. അയ്യോ മതി മതി. 2 ദോശ കഴിച്ചെന്ന് പറഞ്ഞാൽ ഒന്നും ആവില്ല. അങ്ങോട്ട് കഴിയും. അപ്പോൾ 2 കഴിച്ചോളൂ നീ. തീറ്റിക്കുവാ. കഴിഞ്ഞ ദിവസേ രേവതി ചിറ്റയുടെ മോടെ കല്യാണത്തിന് പോയില്ലയോ? അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓ എല്ലാരോടും കൂടി. എനിക്ക് ഭയങ്കര തടിയാന്ന് പറഞ്ഞിട്ട്. ആര് പറഞ്ഞു അതൊക്കെ? കണക്കത്ര തടിയൊന്നുമില്ല. അത് ആര് പറഞ്ഞത് ഇങ്ങനെയൊക്കെ? അതുകൊണ്ടാണ് ആഹാരം കഴിക്കാതിരിക്കുന്നത്. പഴയ ഡ്രസ്സൊന്നും ഇപ്പം കയറുന്നില്ല, എല്ലാം ടൈറ്റായി. പഴയ ഡ്രസ് കയറില്ലെങ്കിൽ വിടറേ, നമുക്ക് പുതിയത് വാങ്ങിക്കാം എന്ന് പറഞ്ഞ് ആഹാരം കഴിക്കാതിരിക്കണോ? എന്നാലും തടി കൂടിയാലേ ഭയങ്കര പ്രശ്നമാണ്. ഇപ്പൊ നടക്കുമ്പോഴേ ഒരുപാട് നേരം നിൽക്കുമ്പോഴും ഒക്കെ അങ്ങ് മുട്ടുവേദനയാ. അതിനെ വ്യായാമം ചെയ്യണം. വ്യായാമം അല്ല ഇതുകൊണ്ട് ഒരിടത്ത് ഇരുന്നാ പോരാ. എക്സർസൈസ് തുടങ്ങാം. എന്താണ് ഭാര്യയും ഭർത്താവും കൂടി ഭയങ്കര ഡിസ്കഷൻ? അയ്യോ കഴിഞ്ഞ ദിവസം ഇവളെ രമ്യ എന്തിരി കല്യാണത്തിന് പോയെന്നു. അവിടെ പോയപ്പോഴേ എല്ലാരും പറഞ്ഞു പോലും രുക്കുവിന് ഭയങ്കരമായിട്ട് തടി വെച്ചെന്നു. എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആഹാരം കഴിക്കണില്ല. അയ്യോ ആഹാരം കഴിക്കാണ്ടിരുന്ന എങ്ങനെ? അങ്ങനെ പറഞ്ഞോളൂ മോളെ. നല്ല രീതിയിൽ ആഹാരം കഴിച്ച് എക്സർസൈസ് ചെയ്യണം അല്ലേ? പിന്നെ സത്യം പറയട്ടെ, അതൊന്നും അല്ല. പിന്നെ ഒരു കുഞ്ഞൊക്കെ വേണമെങ്കിൽ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കണ്ടേ? ഓ ഓ ഓ നമ്മളറിഞ്ഞില്ല. കുഞ്ഞിന്റെ ഒക്കെ പ്ലാനിങ് തുടങ്ങിയല്ലേ? അത് അങ്ങനെയല്ല. പറഞ്ഞപ്പോഴേ എപ്പോഴായിരുന്നാലും വേണമല്ലോ. വേണം വേണം. അമ്മാനെ കാണിക്കണെന്തിനാ? അല്ല മോളെ, അത് ഞാൻ ഇപ്പോഴും വേണ്ട. കുറച്ച് കഴിഞ്ഞിട്ട് സാമ്പത്തികമായിട്ടൊക്കെ ഒന്ന് ഭദ്രത വന്നതിന് ശേഷം മതി എന്നായിരുന്നു ഞാൻ വിചാരിച്ചോണ്ടിരുന്നത്. പിന്നെ അവള് ഇങ്ങനെ പറഞ്ഞപ്പം എന്തായാലും വേണം. എന്തായാലും വേണം അമ്മാവാ. അതൊക്കെ അതിന്റെ വഴിക്ക് അങ്ങ് നടക്കട്ടെ. പിന്നെ 2-3 പിള്ളേരൊക്കെ ആയി. അതുണ്ടോ ഇനിയിപ്പോ വെയിറ്റ് ചെയ്യുന്നു? ഇനി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അമ്മാവാ. ഒരു കൊച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞ സാധനമൊക്കെ നമുക്ക് ഓൾറെഡി അങ്ങ് വരും. ഈ ഉത്തരവാദിത്തം വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ പൈസ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നോക്കിയും കണ്ടും ചെയ്യും. അപ്പൊ അതങ്ങ് ആ വഴിക്ക് അങ്ങ് നടന്നോളൂ. അല്ല അത് മോള് പറഞ്ഞ ശരിയാണ്. ഞാന് എൻ്റെ തലയിൽ കുറച്ച് പ്ലാനൊക്കെ ഉണ്ട്. ഒരു ചെറിയ ഹോട്ടൽ തുടങ്ങിയാലോ എന്ന് ആലോചിക്കുകയാണ്. ഈ ഹോട്ടൽ എന്ന് പറയുമ്പോഴേ മറ്റേ വീട്ടിലെ ഊണ് എന്നൊക്കെ പറയും പോലെ പച്ചിക്കിട്ടില്ലേ വഴിയിൽ റോഡിലൊക്കെ, അത് ഈ തുടങ്ങിയിട്ട് പതുക്കെ പിടിച്ച് മുകളിലോട്ട് കയറാം എന്നാണ് എൻ്റെ ഒരു ഐഡിയ. കണ്ട ഇപ്പൊ തന്നെ അമ്മ പ്ലാനിങ് തുടങ്ങിയില്ലേ? ഇതൊക്കെ തന്നെ അമ്മ ഇതൊക്കെ അങ്ങ് പൊക്കോളും. അല്ല മോള് എന്ത് പെട്ടെന്ന് വന്നേ? അത് പിന്നെ ഒന്നുമില്ലമ്മ, ഞാൻ ചുമ്മാ മോക്ക് എൻ്റെ അടുത്ത് എന്തെങ്കിലും പറയാണ്ട? അത് പിന്നെ അമ്മാവാ എനിക്ക് മനസ്സിലായി എന്തോ പറയാണ്ട്. പറ എന്താണ്? പവിയില്ലേ, പവി എൻ്റെ അടുത്ത് ചോദിക്കുവാ കല്യാണം കഴിക്കാന്നൊക്കെ. എന്നിട്ട് നീ എന്താ പറഞ്ഞു? എന്നിട്ടെന്ത് ഞാൻ ആലോചിക്കാന്ന് പറഞ്ഞു. അതെന്തോന്ന് ആലോചിക്കാന്ന് പറയണത്? എപ്പോഴായിരുന്നാലും കല്യാണം കഴിക്കണം. അതുമല്ല അത് നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെറുക്കനാകുമ്പോ അത് പെട്ടെന്ന് ആയിക്കൂടെ? ഇനി എന്തിനാ അമാന്തം? നടക്കട്ടെ. അതല്ല മാവാ, പറയണ കാര്യങ്ങളൊക്കെ ശരിയാണ്. എനിക്ക് പവിനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇപ്പൊ തന്നെ അങ്ങനത്തെ ഒരു ഉത്തരവാദിത്വമൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു ബാലൻസോ അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തമായിട്ട് എന്തെങ്കിലും നല്ലൊരു ജോലി, നല്ലൊരു സാമ്പത്തികം ഒക്കെ വന്നിട്ട് ചെയ്താൽ പോരെ ഞാൻ വിചാരിക്കണം മാവാ. അത് മാത്രല്ല ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ കുഞ്ഞിന്റെ കാര്യമൊക്കെ, അതേപോലെയൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ എന്തെങ്കിലും ഒരു ബാക്കപ്പ് വേണ്ട അമ്മാവ. അതാകുമ്പോ കുറച്ച് പൈസയൊക്കെ സമ്പാദിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റൂലേ? കൊള്ളാല്ല മോളെ. നീ ഇപ്പൊ കുറച്ച് നേരത്തെ നമ്മുടെ അടുത്ത് പറഞ്ഞ് നാക്ക് വായിലോട്ട് ഇട്ടല്ലേ ഉള്ളൂ. എന്നിട്ട് നിന്റെ കാര്യം വരുമ്പോൾ വീണ്ടും പ്ലാനിങ്. അതല്ല അമ്മാവ, ഒരു കൊച്ചാവുന്ന സമയം എന്ന് വെച്ചാൽ അത്രയും ഗ്യാപ്പ് നമ്മൾ വീട്ടിലിരിക്കണം. പിന്നെ അത് കഴിഞ്ഞാൽ വീണ്ടും ഉത്തരവാദിത്വം ഉണ്ട് കൊച്ചിനെ നോക്കണ്ടേ. ആ ഗ്യാപ്പിലൊക്കെ എന്ത് ഏൺ ചെയ്യാൻ പറ്റും? അപ്പൊ അത്രയും സമയം വെറുതെ ഇരിക്കുമല്ലേ? ജോലിക്ക് പോയാലല്ലേ പൈസ സമ്പാദിക്കാൻ പറ്റുള്ളൂ. എൻ്റെ പൊന്നു മോളെ, നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ ഒന്നും നടക്കത്തില്ല. മേളിൽ നിന്ന് ഒരാൾ തീരുമാനിക്കും, അങ്ങനെ നടക്കും. അത് ശരിയാ, ദൈവം തീരുമാനിക്കാനുള്ള സംഭവിക്കട്ടെ. നീ ഒരുപാട് അങ്ങ് ചിന്തിക്കണ്ട, അത് ബാക്കിയാവും പവി നോക്കിക്കോളൂ കേട്ടാ. പിന്നെ ഒരു കാര്യം മക്കളെ, നിന്റെ കല്യാണം ഞാനിവിടെ അടിച്ചു പൊളിച്ചും മറിക്കും. നീ ധൈര്യം ഓക്കെ പറ. കഴിക്കുന്നില്ലേ? കഴിക്കാം. കഴി അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കാതെ കഴി. വേണ്ട ഞാൻ കഴിച്ചു. നീ കഴിച്ചു. ഞാൻ ഉള്ളോണ്ടായിരിക്കും നാണം. സാമ്പാറും കൊള്ളാം, ദോശയും കൊള്ളാം. കൈപ്പുണ്യം. ചാരു, നീ സീരിയസ് ആയിട്ടാണോ പറയണേ? ഞാൻ സീരിയസ് ആയിട്ടല്ല കേട്ടതും, ഞാൻ സീരിയസ് ആയിട്ടല്ല എടുത്തതും. പക്ഷെ പവി നല്ല സീരിയസ് ആയിട്ടാ പറഞ്ഞത്. എനിക്കൊരു ഐഡിയ ഇല്ലാണ്ടിരിക്കുവന്ന്. എന്തോ ഞാൻ ചെയ്യണ്ടത്? കല്യാണം എന്നൊക്കെ പറഞ്ഞ സിമ്പിൾ കാര്യമാണ്. അല്ലല്ലയാ,
നീ എന്തായാലും കെട്ടുമല്ലോ. അഥവാ കെട്ടുവാണെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ മാരേജ് ചെയ്യാവൂ. പിന്നെ സാരിയൊക്കെ കൊടുത്ത് മറ്റേ മേക്കപ്പ് ഒക്കെ ഇട്ട് കല്യാണ വേഷത്തിൽ കാണാനുള്ള ശേഷം എനിക്ക് എന്തായാലും ഇല്ല. എനിക്കുള്ളടി എന്തായാലും ഒരു രക്തഹാരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിപാടി കഴിഞ്ഞു. അല്ലാണ്ട് ഞാൻ അതിനൊന്നും നിൽക്കത്തില്ല. ഇവിടെ ഉടനെ ഉണ്ടാവോ? നീ എന്തോ പറയണത്? ഉടനെ ഉണ്ടാവുന്നാ? എന്നെ കണ്ടിട്ട് എങ്ങനെ അങ്ങനെ ചോദിക്കാൻ തോന്നുന്നേ? ഉടനെ കെട്ടിപ്പോടി. ഒന്ന് പോടി. അവൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞോണ്ട് എനിക്ക് വേറെ ആരാ പറയാനുള്ളത്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞത്. അളിയോ എന്റെ കോള് വരുന്നു. ആര്? അയ്യോ അമ്മയാണല്ലോ. അമ്മ നിന്നെ വിളിക്കിറക്കിണ്ടാ? വല്ലപ്പോഴും വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. എടുക്കട്ടെ? എടുക്ക്. ആ എടുക്ക്. ആ അമ്മ. അമ്മ എന്തിനാ കരയണേ? അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? കാണണമെന്നോ? അതൊന്നും വേണ്ട, ആകെ പ്രശ്നാവില്ലേ? ആ അയ്യോ ശരി. എന്തുപറ്റി? എടി അമ്മയ്ക്ക് എന്നെ കാണണമെന്ന്. എന്നാ നീ പോയി കാണ്. ഇനി അത് വേണ്ട, ഇവരുടെ ഫാമിലിയിലെ ഇഷ്യൂ, അവരുടെ പ്രശ്നവും. എന്തോന്ന് ഇഷ്യൂ? അമ്മയുടെ ഇങ്ങോട്ട് വരാൻ പറ. ആ അതാ നല്ലത്. അമ്മ ഇങ്ങോട്ട് വരികയാണെങ്കിൽ പിന്നെ ആരും അറിയത്തുമില്ല. അല്ലല്ലേ, കാര്യം എന്താന്ന് പറഞ്ഞേ? എടി ഇനി ആരും അറിയാനൊന്നും ബാക്കിയില്ല. അമ്മ അവിടുത്തെ നമ്മുടെ ഹസ്ബൻഡിന്റെ അടുത്തും മക്കളുടെ അടുത്തൊക്കെ കാര്യം ഓപ്പണായി പറഞ്ഞെന്ന്. അത് പ്രശ്നമാവില്ലേ? പ്രശ്നമാവില്ലെന്നാ? അത് ഞാനും ആലോചിച്ചോണ്ടിരിക്കുന്നു. ഇന്ന് അവിടെ നല്ല പൊട്ടിത്തെറി കിടക്കും. ഞാൻ അമ്മ അടുത്തൊരു 1000 വട്ടം പറഞ്ഞിട്ടുണ്ട് എൻ്റെ കാര്യം അവിടെ അടുത്തും പറയണ്ട, കുഴപ്പമില്ല, എനിക്ക് വിഷമാവില്ല എന്നൊക്കെ ഉള്ളത്. അമ്മ എന്ത് പരിപാടിയാ കാണിച്ചത്. വിഷമിക്കില്ല, നമുക്ക് എന്തെങ്കിലും സൊല്യൂഷൻ. ടെൻഷൻ ആവാതെ. ഞാനിപ്പോ എന്താ ചെയ്യാ? അമ്മക്ക് ഈ പേരും പറഞ്ഞിട്ട് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ സത്യം ചത്തള. കണ്ടുപിടിക്കാളിയാ. നോക്കതേ, ഞാൻ പറയണട്ടെ, ഒരു കുഴപ്പമില്ല. അമ്മ അത് പറയാനുള്ളൊരു സ്പേസ് കിട്ടിയോണ്ടായിരിക്കും അമ്മ പറഞ്ഞത്. ഇനി ഇതിനകത്ത് സൊല്യൂഷൻ ഒന്നുമില്ല. അമ്മ എന്തിനാ അങ്ങനെയൊക്കെ കാണിച്ചത്? അയ്യോ, അമ്മ കരയുമായിരുന്നു. അമ്മ ടെൻഷനായിട്ടാണ് സംസാരിച്ചേ. എടാ ചാരോ, കരയാതെ ഇങ്ങനെ ഇരുന്ന. ഇപ്പൊ വരാവേ. ഇപ്പൊ വരാം. അളിയാ, ഇത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യമല്ല. എന്തെങ്കിലും സീരിയസ് ആയിട്ട് ചെയ്തേ പറ്റൂ. നമുക്കേ പവിനെ വിളിച്ചും കാര്യം പറഞ്ഞല്ലോ. അവനെ വിളിച്ച് കാര്യം പറയാം, ബെറ്റർ. ഒരു കാര്യം ചെയ്യ്, വിളിക്ക് നീ വിളിക്ക്. അടുത്ത് വിളിക്ക്. ഫോണുണ്ടോ? നമ്പറില്ല എൻ്റെ കയ്യിൽ. ഉണ്ടാവുമല്ലോ. എന്ത് പറഞ്ഞടാ? വരാതെ പറഞ്ഞു. അവൻ പറഞ്ഞേ അവൻ ചാരുവിനെ വിളിച്ച് സംസാരിക്കാന്ന് പറഞ്ഞു. അല്ല, വരാതെ പറഞ്ഞു. എന്നാ അവര് സംസാരിക്കട്ടെ. നമുക്കേ അമ്മാവൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് പറയണ്ടേ? അപ്പം നമുക്കത് എത്രയും പെട്ടെന്ന് പറയാം, അല്ലെങ്കിൽ ശരിയാവത്തില്ലല്ലേ? എന്തുവാടി പ്രശ്നം? എന്താ കാര്യം? ചാരു എവിടെ? ചാരു റൂമിലുണ്ട്, അവള് കിടക്കുക. എന്തു പറ്റി? കാര്യം എന്താ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? ഇല്ല ഒന്നുമില്ല, അവള് വെറുതെ കിടക്കുക. റെസ്റ്റ് എടുക്കട്ടെ, റെസ്റ്റ് വേണ്ടടാ. നമുക്ക് താഴോട്ട് പോകാം. നമുക്ക് താഴോട്ടോ. അളിയവാ. അവൾ അവളുടെ അമ്മയുടെ അടുത്ത് പലതവണ പറഞ്ഞത് ഇങ്ങനെ ഒരു കൊച്ചുള്ള കാര്യം ആരോടും പറയരുത്, ആരും അറിയിക്കരുത് എന്നൊക്കെ. അതെങ്ങനെ പറയാതിരിക്കുന്നേ? ഒരു കുഞ്ഞ് ജീവിച്ചിരിക്കുന്നുണ്ട്. എത്ര കാലം ഒരു പെറ്റമ്മ വേദനയോടെ അറിഞ്ഞിട്ട് കാത്തിരിക്കും? അതൊക്കെ തെറ്റല്ലേ? ചാരുമോള് ഇപ്പോഴും കരച്ചിലാണോ? റൂമിലിരുന്ന് നല്ല കരച്ചില. ചെല്ലേ, അവളെ പോയി ഒന്ന് നോക്കണേ. പോയി സമാധാനിപ്പിക്കുക ചേട്ടാ. എനിക്ക് വയ്യ മാഡം. അത് അവൾ കരയണ കാണുമ്പോഴേ എനിക്ക് വിഷമം വരും. അവസാനം ഞാൻ കൂടെ കരഞ്ഞു പോകും. ആ പവിയളിയാ. ചാരുവിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അവളവിടെ? മാഡം ഒന്നും വിചാരിക്കരുത്. എൻ്റെ സിറ്റുവേഷൻ കാരണം ഞാൻ അകത്ത് കയറിപ്പോയതാ. ഇറങ്ങിപ്പോകാൻ വേണ്ടി ദയവേത് പറയരുത്.
സിറ്റുവേഷൻ അനുസരിച്ച് ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള വിവരവും ബുദ്ധിയും ഒക്കെ എനിക്കുണ്ട്. ഓ ഷെഫി പോയി ചാരുവിനെ വിളിച്ചിട്ടോ. മക്കളെ അതിനുശേഷം അവൾ അമ്മ വിളിച്ചാ? ഇല്ല അമ്മാവ, അവിടെ ഇപ്പൊ എന്തായെന്ന് ഒരു ഐഡിയ ഇല്ല. എനിക്കതല്ല പേടി. ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും കുടുംബക്കാരെ അറിഞ്ഞിട്ട് അവരെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കിയാൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനൊന്നും വരത്തില്ല അമ്മാവ, ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാരി. ഞാൻ ഇല്ലേ അവളുടെ കൂടെ? ചാരുവിൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയല്ലേ, എന്ത് കുഴപ്പം? ഒരു പ്രശ്നം വരത്തില്ല, സമാനപ്പെടും. പവി, നീ ഇങ്ങനെ കരയാൻ എന്തിനു കരയണത്? അമ്മ നീ സമാധാനമായിട്ടിരിക്കും, ഒന്നുമില്ല, ഒന്നും വരത്തില്ല. ഞാൻ ഇല്ലേ കൂടെ? സമാധാനമായിട്ടിരിക്കും, നമുക്ക് നോക്കാം. വാ, നിങ്ങളെല്ലാവരും കൊണ്ട് പോരൂ മക്കളെ. വാ, അവര് സമാധാനമായിട്ട് സംസാരിക്കട്ടെ. വാ, നിങ്ങൾ സമാധാനമായിട്ട് സംസാരിക്കും. വാ. നീ വന്ന് പറയട്ടെ, കരയാതിരി, വാ. ചുമ്മാ കരഞ്ഞിട്ട് എന്ത് ചെയ്യാ? വാ, ഇരിക്കും. ഞാൻ പറയുന്ന കേക്ക്. നീ സമാധാനമായിട്ടിരി. എന്തിനു കരയണത്? എടാ, ഞാൻ കാരണം എൻ്റെ അമ്മയുടെ ലൈഫ് നശിക്കൂല്ലേടാ. ആര് പറഞ്ഞു നിന്റെ അമ്മയുടെ ലൈഫ് നശിക്കും? നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചുമ്മാ ഓവർ തിങ്ക് ചെയ്യാണ്. ഞാൻ കാര്യം പറയട്ടെ, ഇപ്പൊ അവിടെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും? എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. നീ ചുമ്മാ ബോൾഡായിട്ടിരിക്കേ. എന്തോ സംഭവിക്കാൻ അവിടെ? നീ ചുമ്മാ ഇരുന്ന് എന്ത് കരയണത്? കരയാതിരി, ഞാൻ പറയണ കേക്ക്. ചുമ്മാ ഇത് എന്നെ കൂടെ സങ്കടപ്പെടുത്തരുത്, മിണ്ടായി. നിന്റെ അമ്മ കുറെ നേരം കൊണ്ട് വിളിച്ചോണ്ടിരിക്കുന്നു. കരയാതി, കരയാതി, ടെൻഷൻ അടിപ്പിക്കല്ലേ, കരയാതി. ഹലോ അമ്മ, ആണോ? ഓ, ഇപ്പോഴെനിക്കൊന്ന് സമാധാനമായത്. എന്ത്? അയ്യോ വേണ്ടമ്മ, അതൊന്നും ശരിയാവില്ല. ഇല്ലില്ല അമ്മ, ഇനി അതിനെപ്പറ്റി എൻ്റെ അടുത്തൊന്നും സംസാരിക്കണ്ട. വേണ്ടമ്മ, ഞാൻ വെക്കും. അമ്മ ഇനി എന്നെ ഇപ്പൊ വിളിക്കണ്ട. എന്ത് പറഞ്ഞു? എടാ, അമ്മയുടെ അവിടെ ഉള്ള ഹസ്ബൻഡിന്റെ അടുത്ത് മക്കളുടെ അടുത്തൊക്കെ കാര്യം പറഞ്ഞു. അവരെന്നെ അക്സെപ്റ്റ് ചെയ്തു. സന്തോഷമായില്ലേ? പിന്നെന്ത് കുഴപ്പം? സന്തോഷമായിടാ. പക്ഷെ എൻ്റെ അടുത്ത് അമ്മ ഇനിയോട്ട് അങ്ങോട്ട് പോയി നിൽക്കാൻ പറഞ്ഞ അവർക്കൊക്കെ എന്നെ കാണണമെന്ന്. ഇനി നല്ല കാര്യമല്ലേ? അവിടെ പോയി നിന്നാ നിനക്കതല്ലായിരുന്നു ആഗ്രഹം, പോയി നിൽക്കണമെന്നുള്ളത് അല്ലേ? നീ എന്താ പവി പറയുന്നത്? ഞാൻ അവിടെ പോയി നിൽക്കാനോ? പിന്നല്ലാതെ. അതൊന്നും ശരിയാവത്തില്ല. ഞാൻ എന്തും പറഞ്ഞ അവിടെ പോയി നിൽക്കും. എനിക്ക് ആകെ ഇത്രേ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, ഒന്ന് എല്ലാവരും എന്നെ അക്സെപ്റ്റ് ചെയ്യണമെന്നുള്ളത്. ഇതിപ്പോ എനിക്ക് അത് സന്തോഷമായി. എനിക്കിനി വേറെ ഒന്നും വേണ്ട. എനിക്ക് അങ്ങനെയൊന്നും പോയി നിൽക്കാൻ പറ്റില്ല. എൻ്റെ പൊന്നി ആരു, ഞാൻ നിൻ്റെ അടുത്തൊരു കാര്യം പറയട്ടെ. നീ എൻ്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ അമ്മയുടെ കൂടെ പോയി നിൽക്കണം, നിങ്ങളുടെ സഹോദരങ്ങളെ പോയി നിൽക്കണം, അച്ഛൻ അക്സെപ്റ്റ് ചെയ്യണം, നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. പിന്നെ എന്തിനാണ് ആവശ്യമില്ലാതെ ഇങ്ങനെ കിടന്ന് കരയുന്നത്, ടെൻഷൻ അടിക്കുന്നത്? നീ ഒരു കാര്യം ചെയ്യും, പോയി ബാഗ് പാക്ക് ചെയ്യാൻ നോക്ക്. പോ. എടാ, എന്നാലും എന്നാലും നീ പോയി ബാഗ് പാക്ക് ചെയ്ത് ഇറങ്ങാൻ നോക്ക്. നേരെ അമ്മയുടെ അടുത്ത് ചെല്ല്. പോവല്ലേ? പിന്നല്ലാതെ. അല്ല, ഞാൻ പിന്നെ നിന്നെങ്ങനെ കാണും? എന്നെ എടി, എന്നെ കാണണമെന്ന് നീ മനസ്സിൽ വിചാരിക്കുമ്പം ഞാൻ അവിടെ എത്തും. പോരെ? അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെ നിന്നെ വിട്ട് പോവൂല. അടിച്ചോടിച്ചാലും ഞാൻ വിട്ട് പോവൂല. അത്രേ ഉള്ളൂ. ഇപ്പൊ റെഡി ആയിട്ട് വാ. പിന്നെ ഒരു കാര്യം, നിന്റെ കുടുംബക്കാരൊക്കെ ആയി കഴിഞ്ഞ് ഒക്കെ സെറ്റ് ആകുമ്പോഴത്തേക്ക് പവി വേണ്ട, വേറെ ഏതെങ്കിലും നല്ലൊരാളെ കൊണ്ട് കല്യാണം കഴിക്കാന്നൊക്കെ അവരിങ്ങനെ ആലോചിക്കും. അതിന് ചാൻസ് ഉണ്ട്. അതാണ്. അപ്പൊ പറയണം, പവി മാത്രം മതി, വേറെ ആരും വേണ്ട. ഇല്ല, ഞാൻ തിരിച്ചേ പറയത്തുള്ളൂ. എങ്ങനെ? പവീനെ വേണ്ട, നല്ല ചെക്കനെ ആലോചിച്ചോളെ. അങ്ങനെ പറയൂ? എന്നാ നീ ഒന്ന് പറഞ്ഞു നോക്ക്. എന്നാ അപ്പൊ കാണാം. ഞാൻ അങ്ങനെ പറയുന്നത് തോന്നണ്ടോ നിനക്ക്? പറഞ്ഞു നോക്ക്, പറയുന്നേ ഒന്ന് പറഞ്ഞു നോക്ക്, അപ്പൊ കാണാം. സമാധാനമായിട്ടിരിക്കും കേട്ടാ, ചുമ്മാ ടെൻഷൻ അടിക്കാതി. അറിയാൻ കേട്ടാ. റെഡി കേട്ടോ. എന്തിനാ അടി വലിക്കണം? ജലദോഷം ഉണ്ടോ? ഈ എല്ലാത്തിനും മോന്തിരിക്കണ നോക്കിയേ. ഞാൻ ദേ പോകുന്നു, ഇങ്ങ് തന്നെ കുറച്ച് ദിവസം അമ്മയോടൊപ്പം സ്പെൻഡ് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. സോ സിമ്പിൾ.
അതിനെതിരെ നിങ്ങളെല്ലാരും ഇങ്ങനെ നിൽക്കുന്നേ? അങ്ങനെ തോന്നുമ്പോ കയറി വരാനൊന്നും പറ്റൂല. എന്താ എനിക്കിപ്പോ ചോദിക്കണം പറയാനൊക്കെ ആൾക്കാരുണ്ടല്ലോ. അപ്പൊ പിന്നെ നിങ്ങളാരാ? എനിക്ക് ചോദിക്കാനും പറയാനുള്ള ആൾക്കാരല്ലേ? അല്ലേ? അല്ലേടി? കോ സാരല്ല, ഇപ്പം എന്നെ കാണണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് വരാമല്ലോ. പിന്നെന്താ? അവിടെ നിന്ന് ഇറക്കി വിടാനില്ലല്ലോ. ഇല്ലേ? ഇല്ലടി. അപ്പൊ നീ പെട്ടെന്ന് പോയിട്ട് വാ പെട്ടെന്ന്. ആ പിന്നെ വേറൊരു കാര്യം, ഞാൻ പോയെന്ന് വെച്ചിട്ട് എന്നെ വിളിക്കാണ്ടിരിക്കുകയും ചെയ്യരുത്. എന്നെ ഡെയിലി വീഡിയോ കോൾ ചെയ്തോ. എല്ലാത്തിന്റെ പേട്ട് മുഖം എനിക്ക് കാണണം. ചിരിപ്പിക്കാൻ പറഞ്ഞല്ലേ, നീ കാര്യമായിട്ട് എടുക്കല്ലേ? വിളിക്കാം. നീ അങ്ങോട്ടൊക്കെ പോയിട്ട് തിരക്കായിട്ട് ഫോൺ എടുക്കാണ്ടിരിക്കുന്നതാണ് എന്റെ ഡൗട്ട്. തോന്നുന്നുണ്ടോ നിനക്ക്? പിന്നെ അമ്മ അടുത്തല്ലേ പോകുന്നത്? സോ അമ്മ അടുത്ത് പോയാ ഞാൻ ഫോൺ എടുക്കാണ്ടിരിക്കോ? എനിക്ക് നിങ്ങളെ കാണണ്ടേ? നിനക്കൊന്നും പറയാനില്ലേ? മോനിരിക്കണ എന്തിനാ? എനിക്കറിയാം, നീ പോയാലും നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനൊരു കോട്ടം തട്ടത്തില്ല. കണ്ടാ, അത്രയും സഹോദരങ്ങളെ പോലെയല്ല നിന്നത്. എന്റെ കൊച്ചിനെ കണ്ട് പഠിക്കും. അല്ലാണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളെ വിട്ടിട്ട് പോകാൻ ഭയങ്കര വിഷമമുണ്ട്. പിന്നെ അമ്മ വിളിച്ചല്ലേടി, ഞാനും അങ്ങനെ പോയി നിന്നിട്ടില്ലല്ലോ. ഞാൻ പോയി നിന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാൻ വരാം. ദേ, രണ്ടിനോട് കൂടി ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി, ഒന്നും മനസ്സിലാക്കല്ലോ. കേട്ടാടി? മനസ്സിലൊന്നുമില്ല, പക്ഷെ ചാരു പോണിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. ഒരു ചേച്ചിനെ പോലെ ഞാനും കണ്ട. ഓ തീർന്ന് എന്റെ നെഞ്ച്. എന്തായാലും ഞങ്ങളെ കണ്ടതല്ലേ, അനിയത്തി തന്നെ നീ എനിക്ക്. നിന്റെ മറ്റേ ചീഞ്ഞ മണ്ടത്തരവും പൊട്ടത്തരവും ഒന്നും ഇനി എടുക്കാൻ നിൽക്കരുത് കേട്ടാ. നോക്കിക്കോണേ ഇന്ന്. അപ്പൊ ശരി ഗൈസ്, ഞാൻ ഇറങ്ങട്ടെ, ലേറ്റ് ആക്കണില്ല. ശരിക്ക് ഗൈസ്. ഫോൺ ബാ ബാ. മാഡം ഞാൻ ചെല്ലട്ടെ? അല്ല, അമ്മാവനും ലുക്കോട്. ജയാ, ജയാ. ആ ചിലപ്പോൾ അവനും വലിയ വിഷമത്തിലായിരിക്കും. ആ അല്ല, നിങ്ങളിതെങ്ങോട്ട്? അല്ല മാഡം, ഞങ്ങൾ ഇറങ്ങുകയാണ്. അല്ല, ചാരുമോളില്ലാതെ എനിക്കിവിടെ നിൽക്കാൻ പറ്റൂല മാഡം. അതുമല്ല, ചാരുമോക്ക് ആരും ഇല്ല എന്നുള്ളൊരു തോന്നൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ദിവസം ഇവിടെ നിന്ന്. ഇതിപ്പോൾ മോക്ക് അമ്മയും അച്ഛനും സഹോദരങ്ങളൊക്കെ ആയല്ല, അപ്പോൾ പിന്നെ ഞാനും ഇറങ്ങാന്ന് വിചാരിച്ചു. മറക്കല്ല ഏട്ടാ. എന്ത് വർത്താനീ പറയണം? എന്തൊക്കെ ആയാലും എൻ്റെ ആദ്യത്തെ മോള് നീ തന്നെയാണ്. മാഡം, മാഡം എനിക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. മാഡത്തിനൊരു ക്ഷമ ചോദിക്കും. ഇത് ലുക്കു എൻ്റെ ഭാര്യയാണ്. അത് പിന്നെ ഞാൻ ചില സാഹചര്യം കൊണ്ടാണ് എനിക്കത് തുറന്ന് പറയാൻ പറ്റാത്തത്. മാഡം എന്നോട് ക്ഷമിക്കണം. ക്ഷമയൊന്നും വേണ്ട. നിങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് എനിക്ക് ആദ്യമേ മനസ്സിലായതാണ്. എല്ലാം മനസ്സിലായിട്ടും ഞാൻ മിണ്ടാതെ ഒതുങ്ങി നിന്നതാണ്. നിങ്ങളുടെ സന്തോഷം ഞാൻ കളയണ്ട എനിക്കറിയാം. എവിടെ പോയാലും സന്തോഷമായിട്ട് ജീവിക്കാം. താങ്ക് യു മാഡം, താങ്ക് യു. ഞാനിപ്പോൾ എൻ്റെ അമ്മയുടെ അടുത്ത് പോയാലും എനിക്ക് നിങ്ങളും എൻ്റെ കൂടെ പറപ്പുകൾ തന്നെ. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനൊരു അനാഥയാണെന്നുള്ള ഫീല് പോലും എനിക്ക് തോന്നാത്ത നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അമ്മയും വേണം, നിങ്ങളെയും വേണം. നിങ്ങളെല്ലാവരും വേണം, അല്ലെങ്കിൽ ഞാൻ ചാരും ആവത്തില്ല. ചെല്ലട്ടെ മാഡം? പോട്ടേടാ. ശരി, ഇറങ്ങട്ടെ. പിന്നെ മക്കളെ, ഞാൻ പറഞ്ഞില്ലേ ഒരു വീട്ടിലെ ഊണിൻ്റെ കാര്യം, അത് ഞാൻ ഉടനെ തുടങ്ങുമ്പോൾ നിങ്ങളെല്ലാവരും ഉദ്ഘാടനത്തിന് ഞാൻ വിളിക്കും. എല്ലാവരും വരണം കേട്ടോ, മാഡവും വരണം. പോയിട്ടൊരാടി ഞാൻ വരില്ലേ? ചെല്ലട്ടെ? കരയല്ലേ? ഇറങ്ങട്ടെ. പലപ്പോഴൊക്കെ വിളിക്കണം കേട്ടാ. നിങ്ങൾ എന്നെ കാണണമെന്ന് പറയുമ്പോൾ ഒരു ഫോൺ കോൾ ചെയ്താൽ ഞാൻ ഓടി ഇവിടെ എത്തും. വരട്ടെ മാഡം, ഒരിക്കൽ കൂടെ ക്ഷമ ചോദിക്കുന്നു മാഡം. പോയിട്ട് വാ, വരണം കേട്ടോ. സന്തോഷമായിട്ടിരിക്കണേ രണ്ടുപേരും. ശരി. പോട്ടേടി.
അയ്യേ ഇനിയെങ്കിലും ഒന്ന് മുഖം ഒന്ന് ഓക്കെ ആക്കി വെക്കോ, ഒന്ന് ചിരിക്കോ. ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തേക്കാ പോകുന്നേ. നിങ്ങളിങ്ങനെ ചോകൊടിച്ചിക്കല്ലേ. പിന്നെ എൻ്റെ റൂം, എൻ്റെ ബെഡ് അതൊന്നും ആരും എടുക്കരുത് കേട്ടോ. നീ നോക്കണം കേട്ടല്ല, നീ നോക്കണം. ഞാൻ തിരിച്ചു വരും. അപ്പം എനിക്കുള്ള സ്ഥലം അവിടെ ബാക്കി ഇട്ടേക്കണം. എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. എന്നെ ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്യും ചാരു. ഞാൻ പിന്നെ മിസ് ചെയ്യത്തില്ല. അല്ല എന്തിനാ മിസ് ചെയ്യുന്നത്? ഞാൻ പോയിട്ട് ഇങ്ങ് വരും. ഇത് സെൻഡ് ഓഫ് ഒന്നും അല്ല കേട്ടോ. കേട്ടോ മക്കളെ, വിളിക്കാം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടാ. ശരി ശരി വല്ലപ്പോഴൊക്കെ വിളിക്കണം കേട്ടാ. ഞാനും വിളിക്കാം. എൻ്റെ കൊച്ചിനെ നോയിക്കൊള്ളാം കേട്ടാ. പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ നോക്കൂലേ എന്നാ അമ്മാവാ നമുക്കൊന്ന് ഒരുമിച്ച് പോവാ. ഓട്ടോയില് ഓട്ടോ ഒന്നും വേണ്ട, നമുക്ക് ഇതിനകത്ത് പോവാം. ബാ കയറ്. അമ്മാവാ മാവാ വിളിക്കാം. വിളിക്കണം കേട്ടോ. ബായിരിക്കും ഹെൽത്ത് നോക്കണേ. ഓട്ടോടേ വിഷമിക്കണ്ട കേട്ടോ. പോയിട്ട് വരട്ടെ. ഹാപ്പി ടു പോകും. കയറിയാമ്മ, ഇത് ഫ്രണ്ട് നോക്കാം. പോയിട്ട് വരാം അപ്പം. അളിയാ വിളിക്കണേ. ഓ ഋതു, ഓ എന്തിനാ കിടന്ന് കരയുന്നത്? നമ്മുടെ ലേഡീസ് റൂം എപ്പോഴും ഇങ്ങനെ തന്നെ അല്ലേടി. പ്രതീക്ഷിക്കാത്തൊരു ചില സമയത്ത് വരും, ചിലർ ബൈ പറഞ്ഞ് പോവുകയും ചെയ്യും. പിന്നെ ഭാവിയിൽ തരുന്ന കുറച്ച് സന്തോഷങ്ങളുള്ള കുറച്ച് ഓർമ്മകൾ മാത്രമേ ഉണ്ടാവും.